ഞാനൊരു സൂത്രം കാണിച്ചു തരട്ടെ. എല്ലാവർക്കും അറിയാവുന്ന സൂത്രം തന്നെയാണ്, എന്നാലും ഇന്ന് പൗർണമിയാണ്. അപ്പോൾ ഇന്നെനിക്ക് ചന്ദ്രൻ്റെ ഫോട്ടോ ഫോണിൽ പതിപ്പിക്കണമെന്ന് വിചാരിച്ചു. വേറെ ഒന്നിനുമല്ല, സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട്. പൗർണമിയാണല്ലോ, അപ്പോൾ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രദേവൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചന്ദ്രദേവനാണെങ്കിൽ എന്താ ഫുൾ പ്രകൃതിൻ്റെ ഉള്ളിലിങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ ഫോട്ടോ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള നിലക്കായിപ്പോയി. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനത്തെ കോലത്തിലെപ്പോൾ ഉള്ളത് ചന്ദ്രദേവൻ എന്നുള്ളത്. ഇത് കണ്ടോളെ, കണ്ടോ ചന്ദ്രദേവൻ ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഒരു മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാനാണെങ്കിൽ പറ്റുകയില്ല. കണ്ട, അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ വയ്യന്നെ നടന്നു വരുന്ന ആളാണല്ലോ ചന്ദ്രദേവൻ. അങ്ങനെ ഞാനും നടന്നു, ചന്ദ്രദേവനും കൂടെ നടന്നു. അങ്ങനെ നടന്ന് മരങ്ങളും ഒരു കാടുകളും ഇല്ലാത്ത സ്ഥലത്ത് എൻ്റെ കൂടെ ചന്ദ്രദേവൻ നടന്നെത്തി. എന്തിന്? നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാൻ. പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഓരോരോ ഐഡിയാസേ, എല്ലാവർക്കും അറിയാവുന്ന ഐഡിയാസ് തന്നെയാണ്. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഞാൻ മറന്നുപോയി, നമ്മളെ കൂടെ നടക്കുന്ന ആളാണല്ലോ ചന്ദ്രദേവൻ എന്ന്. എന്തായാലും ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് കോമഡി ആയിട്ടും തോന്നി, സന്തോഷവും തോന്നി. അപ്പോൾ ഒരു വീഡിയോ പകർത്താമെന്ന് വിചാരിച്ച് പകർത്തിയതാട്ടാ. എന്തായാലും കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു മരവും ഇല്ലല്ലോ. ഒരു മരവും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഭഗവാൻ ചന്ദ്രദേവൻ ഫോട്ടോ എടുക്കാൻ തന്നതുപോലെയായി നമ്മൾ ആഗ്രഹപ്രകാരം. അപ്പോൾ ചേരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ അമ്മേ ഇരുട്ടായിപ്പോയി. അപ്പോൾ ടാറ്റ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.